പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 8 മണി ഒക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് ചായയൊക്കെ വെച്ചു. പിന്നെ ഇപ്പോൾ വെക്കേഷനാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ദോശയും കടലക്കറി അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറി കുക്കറിലിട്ടു. കടല മാത്രമായിട്ടാണ് കേട്ടോ കുക്കറിലിട്ടേക്കണം, സവാളയ്ക്കിട്ട് വയ്ക്കാറ്. ഇപ്പോൾ ഈ പ്രാവശ്യം അമ്മ വന്നേ പിന്നെ കടല ആദ്യം വേവിച്ചെടുക്കും, എന്നിട്ടാണ് പിന്നെ പൊടികളൊക്കെ ഇട്ട് കറി റെഡിയാക്കുന്നത്. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഈ സമയത്ത് അമ്പലത്തിൽ പോയേക്കോണ്ടോ. അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ചായയൊക്കെ കുടിക്കും. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഇട്ട് പിന്നെ കടല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി കടല കറി വെക്കണം. അപ്പോൾ കടല വെള്ളത്തിയിട്ടപ്പോൾ കുറച്ച് കൂടുതലിട്ടുണ്ട്. ഇവിടെ കടല തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കടല അങ്ങനെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്പുക്കുട്ടൻ എഴുന്നേറ്റ് കുറച്ച് വാശി നിർബന്ധമൊക്കെ കാണിച്ച്, ഇടയ്ക്ക് അങ്ങനെയാണ് കേട്ടോ ആൾ, വാശി നിർബന്ധമൊക്കെ ഉണ്ടാകും. പിന്നെ കാപ്പി പൊടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പോപ്കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ പോപ്കോൺ ഒന്ന് റെഡിയാക്കി കൊടുക്കുവാണ്ട. സ്കൂളില്ലാത്ത സമയമാണല്ലോ, അപ്പോൾ അവർക്ക് വീട്ടിലിരിക്കുമ്പോൾ അവർക്കൊരു ബോറടി വേണ്ട എന്നും പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും കൂടി പോപ്കോൺ റെഡിയാക്കുവാണ്. അപ്പോൾ അച്ചിക്കുട്ടന് പോപ്കോൺ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അത് വേഗം റെഡിയാക്കാമെന്ന് വെച്ചു. അങ്ങനെ കുക്കറിൽ അത് റെഡിയാക്കുവാണ്. വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ അവർക്കൊരു ചൂടെടുക്കലും പുറത്തോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല, ചൂടും ബഹളവും എല്ലാമൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ തണുത്ത വെള്ളമൊന്നും ഞാൻ അധികം കൊടുക്കുന്നില്ല കേട്ടോ. അമ്പുക്കുട്ടന് തണുത്ത വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ചുമയൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ചുമ വന്ന് മാറിയതേ ഉള്ളൂ. അങ്ങനെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് ഇത് കൊടുത്തിട്ട് വേണം എനിക്കിനി കറിയും കൂടി വെക്കാനായിട്ട്. അമ്മ അപ്പോൾ ഈ സമയത്ത് അവിടെ ഇരുന്ന് നമ്മുടെ മാങ്ങയൊക്കെ അരിയുന്നുണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചെമ്മീനാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്തായിരുന്നു. പിന്നെ ചെമ്മീൻ കറി വെച്ചത് അമ്മയാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചെമ്മീൻ കറി വെച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും കൂടി ഒരുമിച്ച് തേങ്ങ അരച്ചാണ് കേട്ടോ വെച്ചത്. അതപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ വെച്ച കാരണം എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കറി റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്നപ്പോൾ നമുക്ക് വൈകിട്ട് ഒരു കല്യാണം പാർട്ടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു. അമ്മ വന്നില്ല, ഞാനും പിള്ളേരും ചേട്ടനും കൂടിയാണ് കേട്ടോ പോയത്. അങ്ങനെ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ബ്ലോക്കിൻ്റെ ഇടയ്ക്കൊക്കെ കിടന്ന് എന്താണെന്നറിയില്ല, പതിവില്ലാതെ ഇന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കല്ലുമോൾ ഈ ബ്ലോക്ക് കണ്ട് അങ്ങനെ നോക്കിയിരിക്കുവാണ് കേട്ടോ. കല്ലുമോള് ബ്ലോക്ക് കണ്ട് അങ്ങനെ ഈ ലൈറ്റും വെട്ടവും എല്ലാം കൂടി കണ്ട് ഉറക്കം ഉണ്ടായിരുന്ന ആൾക്ക് ഇടയ്ക്ക് ഒരു ഉറക്കത്തിൻ്റെ വാശിയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലൈറ്റും ബ്ലോക്കെല്ലാം കൂടി കണ്ട് അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണ സ്ഥലത്ത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഓഡിറ്റോറിയം കുറച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ പാടുപെട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനി അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. നമ്മുടെ ഒപ്പം വരുന്ന ആ ചേച്ചിമാരൊക്കെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ടൊക്കെയാണ്. നമ്മളവിടെ അടുത്ത അമ്പലത്തിലൊക്കെയാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഫോൺ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നത്. കല്ലുമോള് ആൻറ്റി എടുത്തോണ്ടൊക്കെ കുറേ നേരം അവിടെ നിൽക്കുമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ആദ്യം ഞാനും അമ്പുക്കുട്ടനും നിമോശനെല്ലാം കഴിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കല്ലുമോൾക്ക് റൈസ് മാത്രമായിട്ട് മേടിച്ച് കൊടുത്തു. പിന്നെ അമ്മ വരാനോണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ വീട്ടിലേക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.